ഹലോ, വൺലെസ് ഗ്യാസയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരിക്കും അല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. സോ ഇന്ന് ആ കിച്ചണിലേക്ക് ഞാനൊരു DIY ആണ് ചെയ്യുന്നത്. ഒരു വോൾ ഡെക്കർ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വോൾ ഡെക്കറാണ്. അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ക്രാഫ്റ്റ് ചെയ്യാൻ റെഡിയല്ലേ? ഇതാ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കലണ്ടറിൻ്റെ ബോർഡായിരുന്നു. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു കളറിലെ ചാർട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഈ ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഫെവിക്കോൾ നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാർഡ്ബോർഡിലേക്ക് ഈ കളർ ചാർട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ യൂസ് ഇല്ലാതെ കിടന്ന ഒരു കലണ്ടറിൻ്റെ ബോർഡായിരുന്നു. അപ്പോൾ ആ ഒരു നല്ലൊരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതേ ഷേപ്പ് വേണം നിങ്ങൾക്ക് കട്ട് ചെയ്തും കൊടുക്കാം. സോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ കുറച്ച് ഐഡിയാസാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലൊരു ജഗ്ഗും കപ്പും നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ളൊരു ഔട്ടറിലെ ആദ്യം കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, നല്ല ഭംഗിക്ക് കിട്ടുകയും ചെയ്യും. ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പം ഡ്രോയിങ് ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രിൻ്റ് ഔട്ട്സിലെ ആ റൈറ്റിങ്സ് എപ്പോഴും ഇതേപോലെ ഒരു ബോർഡർ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗിയും തോന്നുന്നു. കാരണം നമ്മൾ ചേർത്ത് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അത് കറക്റ്റായിട്ട് വെട്ടി വരണമെന്നില്ല, കയറി ഇറങ്ങിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലൊരു ബോർഡർ കൊടുത്തിട്ട് ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ പീസസും ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോർഡിൽ ഔട്ടറായി കിടക്കുന്ന ആ പോർഷൻസ് ഒക്കെ ഒന്ന് നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒട്ടിക്കാം. അതിന് മുന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ വെച്ചാലാണ് കൂടുതൽ ഭംഗി നിന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ് എന്നുള്ളത് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് പ്ലേസ് ചെയ്തപ്പോഴാണ് കൂടുതൽ ഭംഗി തോന്നിയത്. സോ അത് ബോട്ടം മിഡിലായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. സോ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പെയിൻറ്റ് ചെയ്യണം. ആദ്യം ഒരു മാർക്കർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് നോക്കിയത്, പക്ഷെ അത് ഫുൾ പോസിബിൾ അല്ല. പിന്നെ അത് ചേഞ്ച് ചെയ്ത് ഒരു ബ്ലാക്ക് കളറിലെ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതുപോലെ നമുക്ക് പിടി വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ അത് കട്ട് ചെയ്തപ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നി. സോ അതുകൊണ്ട് അത് വിട്ടു. അത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആ ഗ്യാപ്പിൽ നമുക്ക് ഓറഞ്ച് കളറൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ഫുള്ളൊന്ന് ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബോർഡറെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക, 0 ബ്രഷ് വെച്ചിട്ട്. അതിനുശേഷം ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കപ്പും ജഗും ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ പിടി വരുന്നൊരു ഭാഗമില്ല, ഗ്യാപ്പ്, അവിടേക്ക് ഓറഞ്ച് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ റൈറ്റിങ്സ് ഓരോന്നായിട്ട് ഇതേപോലെ എഴുതിയെടുക്കാം. 0 ബ്രഷ് യൂസ് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസിയും അതുപോലെ ഭംഗിയും വരുന്നത്.
സോ ഞാൻ വോൾ ഡെക്കർ ഫുള്ളായിട്ട് റൈറ്റ് ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രീൻ ലീവ്സ് ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. മല്ലിയില, കരിവേപ്പില, ചീരയില, പുതിനയിലൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കി. ലീവ്സിലെല്ലാം നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോർഡിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ലീവ്സ് ഒക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയാവും കാണാനായിട്ട്. അതിൻ്റെ മേലിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം വെച്ചാൽ അത് അതേപോലെ തന്നെ നിന്നോളും. ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് ഉണങ്ങി ആ പെയിന്റ് ഒക്കെ നന്നായിട്ട് അതിൽ കോട്ടായിക്കോളും. അപ്പോൾ ഇടയ്ക്കത്തെ ഗ്യാപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം ഗ്രീൻ പെയിന്റ് വെച്ചിട്ട്. ബാക്കി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഗ്രീൻ അല്ലാണ്ട് വീണിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു ഓറഞ്ച് കളർ വെച്ചിട്ടൊന്ന് അത് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. സോ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു ഡെക്കറാണ്. പ്രിൻ്റ് ഔട്ട് മാത്രമേ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഇമേജ് ഒന്ന് ട്രേസ് ചെയ്തെടുത്താലും മതി. സോ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴാണ് നമ്മുടെ കിച്ചൺ ഒരു കംപ്ലീറ്റ് ലുക്ക് ആയത്. നമ്മുടെ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ഹാങ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എല്ലാം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു. ബൈ.